എണ്ണ ഒഴുകുന്ന ഒഴുക്ക് കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എൻ്റെ പൊന്നോ, വെറുതെ പോലും ഇങ്ങനൊരു ഫുഡ് മേടിച്ച് കഴിക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പാകിസ്ഥാനി ഫുഡ് അതിൻ്റെ തനത് രുചിയിൽ കഴിക്കണം എന്ന്. പക്ഷെ ഇതിൻ്റെ എണ്ണയുണ്ടല്ലോ, മാരക എണ്ണയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിറയെ ഇത് ചിക്കൻ ഹലീം, നേരത്തെ കാണിച്ചത് മട്ടൻ ആചാരി, ഇത് ഒരു പൊറോട്ട, ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സാധാ ഒരു 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 ബ്രെഡ്. പിന്നെ ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ഒരു ബ്രെഡാണ്. പിന്നെ ഇതൊരു തന്തൂരി ബ്രെഡ്, തന്തൂരി റൊട്ടി. ഈ റൊട്ടിയും ബ്രെഡും ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളും അടിപൊളിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിച്ച് കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കുറച്ചൊരു മടുപ്പ് ഫീലിംഗ് ആണ്. ഇത്ര എണ്ണയും കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നമ്മൾ ഓരോ ഓരോ ഇതും നമ്മൾ അതുപോലെ എൻജോയ് ചെയ്യും. അത്രയ്ക്ക് എമ്മിയായിരുന്നു. ഈ ചിക്കൻ ഹലീം ആയിക്കോട്ടെ, മട്ടൻ ആചാരി ആയിക്കോട്ടെ, അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എല്ലാം, ഈ പാകിസ്ഥാനി ഫുഡ് ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മട്ടൻ ആചാരിയുടെ പേര് നമുക്കൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം അത് കഴിക്കുമ്പോൾ ഒരു അച്ചാറിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ നാരങ്ങ അച്ചാർ നമ്മൾ മട്ടൻ കറിയിൽ ചേർത്തിട്ട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് പേര് ഒന്നുകൂടി വായിച്ചു നോക്കി, ഇനി മട്ടൻ അച്ചാറാണോ മട്ടൻ ആചാരിയാണോ? പക്ഷെ മട്ടൻ ആചാരി കേട്ടോ.